ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. മലപ്പുറത്ത് റേഞ്ച് ഓഫീസിൽ അനധികൃത ബാങ്ക് അക്കൗണ്ട് രേഖകൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ഈ അക്കൗണ്ട് വഴിയുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുകയാണ് വിജിലൻസ്. സംസ്ഥാനത്തെ 71 ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിലാണ് പരിശോധന നടക്കുന്നത്. ഓപ്പറേഷൻ വനരക്ഷ എന്ന പേരിലാണ് പരിശോധന. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. മലപ്പുറത്തുനിന്നും അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്തുനിന്നും ചേരും. ആദ്യം ശാന്തകുമാറിലേക്ക്. ശാന്തകുമാർ, ഓപ്പറേഷൻ വനരക്ഷയുടെ ഭാഗമായി മലപ്പുറത്ത് നടക്കുന്ന പരിശോധന ഏതൊക്കെ തരത്തിലാണ്, എന്തൊക്കെയാണ് കണ്ടെത്താനായിരിക്കുന്നത്? സംഗീത, മലപ്പുറത്തെ നിലമ്പൂരിലുള്ള എടവണ്ണ, അതുപോലെ തന്നെ നിലമ്പൂർ സൗത്ത് റേഞ്ച് ഓഫീസുകളിലാണ് ഈ പരിശോധന രാവിലെ മുതൽ ആരംഭിച്ചത്. ഡിവൈഎസ്പി മലപ്പുറം ഡിവൈഎസ്പി എം ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള ഒരു വിജിലൻസ് സംഘമാണ് പരിശോധന നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാട്ടാന ഭീതി ഏറ്റവും കൂടുതലുള്ള മേഖലയാണ് നിലമ്പൂർ വനമേഖല. അവിടെ കാട്ടാന ഭീതി ഉണ്ടാക്കുന്നു, ഒപ്പം തന്നെ ജനങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യം, കൃഷി നശിപ്പിക്കുന്ന സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഏറെ കാലത്തെ ആവശ്യങ്ങളാണ് സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവ. അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയിട്ടുണ്ട്. അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടങ്ങളിലും തുടരുന്നുണ്ട്. പക്ഷേ ഇവയുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിൽ നടക്കുന്നുണ്ട്, ഈ കൊട്ടേഷൻ പ്രകാരമുള്ള അല്ലെങ്കിൽ ദർഖാസ് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടോ എന്നുള്ളവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ഈ വനാതിർത്തി നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള ജണ്ട കെട്ടിയത് ഉൾപ്പെടെയുള്ളവ, അതിന്റെ നിർമ്മാണ പ്രവൃത്തി, ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കലാണ് പ്രധാനമായും നടക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു അനധികൃത ബാങ്ക് അക്കൗണ്ട് ഓഫീസിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. അത് ഈ അക്കൗണ്ട് വഴി നടന്ന ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ഈ വിജിലൻസ് ഇപ്പോൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ ഒരു അനധികൃത അക്കൗണ്ട് തയ്യാറാക്കിയിരുന്നത്, ഈ അക്കൗണ്ട് വഴി ഏതെല്ലാം മറ്റ് അക്കൗണ്ടുകളിലേക്കും അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ഇടപെടലുകൾ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ഈ സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പുറത്തു നടക്കുന്ന ഇത്തരം പ്രവൃത്തികൾ, ഈ പ്രവൃത്തികൾ നടക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അവ ഈ കരാർ പ്രകാരമുള്ളവ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി വിജിലൻസ് ഇപ്പോൾ ഫീൽഡിൽ പോയി അവ വിശദമായി പരിശോധന നടത്തി വരികയും കൂടിയാണ്. ശരി ശാന്തകുമാർ, മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്. അഞ്ജു ജയപ്രകാശ് തിരുവനന്തപുരത്തുനിന്നും കൂടി ചേരുകയാണ്. അഞ്ജു, 71 ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിലാണ് ഈ പരിശോധന നടക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏതെങ്കിലും സൂചനകൾ, ഇപ്പോൾ മലപ്പുറത്തേതിന് സമാനമായ സൂചനകൾ മറ്റിടങ്ങളിൽ നിന്നുകൂടി വരുന്നുണ്ടോ? എന്താണ് വിജിലൻസ് നൽകുന്ന സൂചനകൾ? സംഗീത, ഈ ഓപ്പറേഷൻ വനരക്ഷ എന്ന പേരിലുള്ള പരിശോധന, മിന്നൽ പരിശോധന രാവിലെ മുതൽ ആരംഭിച്ചതാണ്. പലയിടങ്ങളിൽ നിന്നും ക്രമക്കേട് കണ്ടെത്തിയെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. വൈകിട്ടോടുകൂടി അതിലിപ്പോൾ 71 ഇടങ്ങളിലെ പരിശോധനയുടെ വിവരങ്ങൾ പുറത്തേക്ക് വരും. മാത്രമല്ല, ഇത്തരത്തിൽ നേരത്തെ ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സോളാർ ഫെൻസിംഗ് മാത്രമല്ല, ഈ റോഡ് നിർമ്മാണം, ട്രൈബൽ സെറ്റിൽമെന്റ് വികസന പ്രവർത്തനങ്ങൾ, ഫയൽ ലൈൻ നിർമ്മാണം, NOC അനുവദിക്കൽ, ജണ്ട നിർമ്മാണങ്ങൾ, റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തികളിലൊക്കെ അതിൻ്റെ കരാറും ബന്ധപ്പെട്ടൊക്കെ വ്യാപക ക്രമക്കേടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരാതികളും വിജിലൻസിൽ ലഭിച്ചിട്ടുണ്ട്. വിജിലൻസ് മേധാവിയായിട്ടുള്ള മനോജ് എബ്രഹാം നേരിട്ട് മേൽനോട്ടം വഹിക്കുകയാണ് ഈ പരിശോധനയിൽ. 71 ഇടങ്ങളിലെ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുന്നതെന്ന് വിജിലൻസ് വ്യക്തമാക്കുന്നുണ്ട്. വനം വകുപ്പിന്റെ വിവിധ ഓഫീസുകളിലെ സർക്കാർ ഫണ്ടുകളുടെ ദുരുപയോഗം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ കൂടി ലഭിച്ചതായിട്ടുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്.